നിങ്ങൾ കിട്ടോ? ആ അങ്ങനെ. ഓ ഇവിടെ ഫുള്ള് ക്യാമറ ആണല്ലോ അല്ലേ, ഞാൻ അക്കാര്യം പറഞ്ഞേ. സോ സമയം ഇപ്പം ഏർലി മോർണിംഗ് 5:30 ആയിട്ടുണ്ട്. ഞാനും നമ്മളൊരു മാനേജറുണ്ട്, ഒരു ചിൽ മാനേജർ. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ നൈസായിട്ട് ഊട്ടിക്ക് ഇറങ്ങിയതാണ്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്ന് ഒരു ദിവസം അവിടെ ഇരുന്നപ്പോൾ ഷോപ്പിൽ ഇരുന്നപ്പോൾ പറഞ്ഞാൽ നാളെ ഊട്ടിക്ക് കിട്ടുമല്ലോ, ആ ഒരു മൈൻഡിൽ ഇറങ്ങിയതാണ്. സോ ബാക്കി നമുക്ക് വഴിയെ കാണാം, നോക്കാം. കുറച്ച് ലൈറ്റ് വരട്ടെ, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ഉണ്ടാവും. സോ അപ്പോൾ നമ്മൾ ചുരം കയറി. നല്ല മാസ്മരിക വ്യൂ ആണ്. ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതങ്ങ് കയറി കഴിഞ്ഞിട്ട് മെല്ലെ വേഗം തെറിക്കാം. മെല്ലെ വേഗം തെറിക്കാം, പെട്ടെന്ന് അങ്ങ് തെറിക്കാം. ഓക്കെ, വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ടൈമിന് അവിടെ എത്തൂല. ഫുള്ള് മഞ്ഞ, മൊത്തം മഞ്ഞ, ലൈക്ക് പ്രോപ്പർ ഒരു മെത്ത വരച്ചേരി. പോരോ ബേട്ടാ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എൻ്റെ പൊന്നോ. രാവിലെ ചെറുതായിട്ടൊരു മഴ പൊടിഞ്ഞിരുന്നു. ഇപ്പം മഴ പൊടിയുന്നില്ല എന്ന് പറഞ്ഞില്ല, ചെറുതായിട്ടൊരു ഇടയ്ക്കിടയ്ക്കൊരു പാറലുണ്ട്. ചതിക്കില്ല എന്ന് വിചാരിക്കുന്നു, നോക്കാം. നൈസായിട്ട് വീണ്ടും ഒരു വ്യൂ പോയിൻ്റ്, വീണ്ടും ഒരു ഫോട്ടോ. സെറ്റ്. എടുത്തോ. ഹൈ 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 ഹൈ. ചുരം കയറി പോകുമ്പോൾ ഓരോ സൈഡിലും ഓരോ വ്യൂ. സ്പോട്ട് ഒന്ന് തന്നെയാണ്, പക്ഷേ ഓരോ, എൻ്റെ പൊന്നോ, ഓരോ ഭാഗത്തും ഓരോ വ്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ബട്ട് വേർത്താണ്, വേർത്ത്. എൻ്റെ പൊന്നെ, മഴ പെയ്ത് നല്ല വൃത്തിയായി കിടക്കുന്ന റോഡും, ഇടത്തെ ഭാഗത്ത് നല്ല അടിപൊളി ഫോഗുള്ള വ്യൂവും, നല്ല തണുപ്പും. എൻ്റെ പൊന്നോ, പിന്നെ KSRTC കയറി ചുരം അവിടെ കഴിഞ്ഞ്. അപ്പം മൊത്തം ഫോഗാണ്, ഫുൾ ഫോഗാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളോട്ട് ഇവിടെ എന്തോ ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്, പഠിച്ചോന്നറിയാം എന്താണാവോ. ഓൾ ഗുഡ്. ഇങ്ങനെ ഇങ്ങനെ കണ്ണാപ്പികൾ ഓൺ ദ ഫ്ലോർ. ഓക്കെ, സോ എനിവേ നമ്മളെ ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം പഠിച്ചോന്നറിയാം. ചെറുതായിട്ട് മഴ കേട്ടിട്ടുണ്ടായിരുന്നു വരുന്ന വഴി. അപ്പോൾ അതാണ് പ്രോപ്പറായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞ്. പിന്നെ ഞാൻ നല്ല ഉറക്കം മൂടിലായിനി. അപ്പം
അധികം ഒച്ചിട്ട് പറയാനും ഒരു മൂഡ് വന്നിട്ടില്ല. ഫുള്ള് വെറ്റായിട്ട് കിടക്കുന്ന റോഡാണ്. നല്ല വെയിലും ഉണ്ട്. മഴ ഡ്രസ്സിലിങ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എന്നാലും അത്രയ്ക്കില്ല. കൈ ഗ്ലൗവ് ആ ഭാഗമൊക്കെ നനഞ്ഞിടക്കുകയാണ്. എന്തായാലും ഈ വെയിലൊന്നും ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലൊക്കെ നനഞ്ഞുണ്ട്, നല്ലപോലെ നനഞ്ഞുണ്ട്. തണുപ്പുണ്ട് എൻ്റെ പൊന്നോ. നമ്മൾ ഊട്ടി പ്രോപ്പറായിട്ട് എത്തിയിട്ടൊന്നുമില്ല. നമ്മളിപ്പം കൽപ്പറ്റേന്ന് നമ്മൾ ആ ഊട്ടി റോഡ് എടുക്കൂലേ, ആ റോഡിലാണ് ഇപ്പം. ആ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 106 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവിടുത്തെ ലാസ്റ്റ് കണ്ട ബോർഡിൽ കണ്ടത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 86 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. മോട്ട് ഗോ. വണ്ടിയുടെ ഫ്യൂവൽ നൈസാണ് കേട്ടോ. ഞാൻ ഫുള്ളാണ് അടിച്ചത്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പം ഒരു കട്ടയാണ് ഇപ്പോൾ കുറഞ്ഞ് കാണിക്കുന്നത്. അപ്പം ഇറച്ചിട്ട് മലയിലൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കി നമുക്ക് വഴിയേ കാണാം. ഓക്കെ, സോ ലൊക്കേഷൻ അപ്ഡേറ്റ്. നമ്മളിപ്പം പടിവയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കണേ. അതുവരെ ഇവിടേക്കൊന്നും മഴയ്ക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ഊട്ടി പോയ സമയത്താണെങ്കിൽ നൈറ്റുമാണ് പോയത്. ഈ റൂട്ടൊന്നും മഴയ്ക്ക് കണ്ടിട്ട് തന്നെ ഇല്ല എൻ്റെ പൊന്നോ. അപ്പോൾ അതാണ് അവസ്ഥ. നൈസ് റൂട്ടാണ്, അടിപൊളിയാണ്. ഈ ഒരു പേസിൽ ഇങ്ങനെ പോയാൽ ലൈക്ക് മഴ പെയ്യാതെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഒരു ഓക്കെ ക്ലൈമറ്റ്. അതിലാണെങ്കിൽ നമുക്ക് ചില്ലായിട്ട് പോയി വരും. മടുക്കാത്തൊരു ക്ലൈമറ്റ് അത്. എന്തൊക്കെയാ പറയണമെന്ന് പറയാം. സോ നൈസായിട്ടൊരു ടീ ബ്രേക്ക് എടുക്കാൻ നിർത്തിയാണ്. പ്ലേസ് എവിടെയാണ്? അധികം ദൂരം ഒന്നും ആയില്ല. വട്ടത്ത് വയൽ. ഓക്കെ, അവിടെ ചെറിയൊരു കട ഉണ്ട്. അപ്പം നൈസായിട്ട് അവിടെ കയറി ഒരു ചായ അടിക്കാം.